يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين الحلال بين والحرام بين وبينهما أمور مشتبهات لا يعلمهن كثير من الناس فمن اتقى الشبهات فقد استبرأ لدينه وعرضه ألا وإن لكل ملك حمى ألا وإن حمى الله محارمه قال رسول الله يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد إني وإن صامني ضيم يربعني أقول يا سيد السادات يا سندي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളോട് ആത്മസുഹൃത്തുക്കളോട് ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് നിർത്തും. നാം മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. മുസ്ലിമും മുഅ്മിനുമായ നാം ചിന്തിക്കേണ്ടുന്ന അതിപ്രധാനമായ ഒരു വിഷയം, അത് പറയുന്നതിന് മുമ്പ് ആമുഖമായി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. അള്ളാഹുവിന്റെ ഭൂമിയിൽ എവിടെയെങ്കിലും നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ എല്ലാ ജനങ്ങളും സമന്മാരായ ഒരു സ്ഥലം ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു ചെറിയ ഗ്രാമം എടുത്തു നോക്കിയാലും അവിടെ ഉള്ള ആളുകളെ കൂട്ടത്തിൽ ഒരു കാരണവർ, ഒരു പ്രസിഡന്റ്, ഒരു നേതാവ്, അദ്ദേഹം പറയുന്നത് മറ്റുള്ളവരൊക്കെ സ്വീകരിച്ച് അങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവമല്ലാത്ത ഒരു പ്രദേശവും അല്ലാഹു തആല ഈ ഭൂമി ലോകത്ത് പടച്ചിട്ടില്ല.
അങ്ങനെ ഒരു പക്ഷേ കാരണവർ എന്ന പേരിലോ പ്രസിഡന്റ് എന്ന പേരിലോ മറ്റേതെങ്കിലും പേരിൽ ഒരു നേതാവുണ്ടാകും. അദ്ദേഹത്തിന്റെ കീഴിലാണ് മറ്റുള്ളവർ. ആ നേതാവ് അതിന്റെ അപ്പുറത്തുള്ള മറ്റൊരു നേതാവിന്റെ കൂടെ കീഴിലാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഭൂമി എപ്പോഴ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും എല്ലാ മനുഷ്യരും സമമാണ് എന്ന് പറയാൻ പറ്റുകയില്ല. മറിച്ച് ഒരു വിഭാഗം ആളുകൾ മറ്റ ആളുകളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ആണ്. ഇതുപോലെ നമ്മുടെ നാടിന്റെ വികസനത്തിന് സംവിധാനത്തിന് വേണ്ടി എന്തെല്ലാമാണ് ഇവിടെ ഉള്ളത്? നാടിന്റെ വികസനത്തിന് നോക്കൂ, നമുക്ക് ഈ കാണുന്ന വിദ്യുത് ശക്തി, ലൈറ്റ് വെളിച്ചം കിട്ടാൻ ഇവിടെ ഒരു ചെറിയ ഓഫീസ്, ഇലക്ട്രിസിറ്റി ഓഫീസ്, അതിന് അപ്പുറത്ത് വേറെ ഒരു ഓഫീസ്, അങ്ങനെ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസ് ഓരോ ജില്ലകളിൽ. അതിന്റെ അപ്പുറത്ത് പോയി വൈദ്യുതി മന്ത്രി, ആ മന്ത്രിയുടെ കീഴിൽ ധാരാളം ഉദ്യോഗസ്ഥന്മാർ. അപ്രകാരം നമുക്ക് വെള്ളം കിട്ടാൻ വാട്ടർ സപ്ലൈ, ജലവിതരണം, ഈ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ധാരാളം വ്യക്തികൾ, മന്ത്രിമാർ ഉൾപ്പെടെ. അതുപോലെ ഭക്ഷണം കിട്ടാൻ, രോഗത്തിന് ചികിത്സ ചെയ്യാൻ ആരോഗ്യമന്ത്രിയും മെഡിക്കൽ കോളേജും ആശുപത്രിയും മറ്റ് സ്ഥലങ്ങളും അവസാനം ചെറിയ ഡിസ്പെൻസറി വരെ ഉണ്ട്. ഞാനത് വിശദീകരിക്കുകയല്ല. മനുഷ്യന്റെ ഈ ഭൗതികമായ ജഡം സുരക്ഷിതമായി നിലനിർത്താനും ഭൗതികമായ ജഡത്തിന് ആരോഗ്യമുണ്ടാവാനും ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും മറ്റ് അനുവദനീയമായ സുഖങ്ങൾ അനുഭവിക്കാനും വേണ്ടി ഇവിടെ വലിയ വലിയ സംവിധാനങ്ങൾ ഉണ്ട്. അത് ഭരിക്കുന്ന പ്രധാനമന്ത്രിയും പ്രസിഡന്റും തൊട്ട് താഴോട്ട് ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. എന്റെ കരളിന്റെ കട്ടകളായ യുവാക്കൾ ചിന്തിക്കണം, ഇത് നമ്മുടെ ഈ കാണുന്ന ജഡം അതിന്റെ സുഖത്തിന് വേണ്ടിയുള്ളതാണ് ഈ പറയപ്പെടുന്നതെല്ലാം. ഇത് ശരിക്ക് ഇവിടെ നടന്നാൽ നാട്ടിൽ എല്ലാം ക്ഷേമമാണ്. ശരിക്കും നടക്കാതിരുന്നാൽ അത്രയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. എന്നാൽ മാന്യ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നാം ഈ കാണുന്ന ജഡം ഇത് മാത്രമാണോ മനുഷ്യൻ? അല്ല. നമ്മുടെ ഈ ജഡത്തിൽ അന്തർലീനമായി കിടക്കുന്ന അതിപ്രധാനപ്പെട്ട ഒന്നുണ്ട്, ആത്മാവ്. ഈ ആത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, ആത്മാവിനെ നമുക്ക് പിടിക്കാൻ സാധിക്കുന്നില്ല, ആത്മാവിനെ നമുക്ക് മുറിക്കാൻ കഴിയുന്നില്ല, ആത്മാവിനെ നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല, ആത്മാവിനെ നമുക്ക് രുചിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നാം അത് കാണുന്നില്ലെങ്കിലും രുചിക്കുന്നില്ലെങ്കിലും പിടിക്കുന്നില്ലെങ്കിലും എടുക്കുന്നില്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ
ആത്മാവുണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. നമ്മൾ കാണാത്തത് കൊണ്ടത് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. കാണാത്ത എല്ലാ സാധനങ്ങളും ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവിനെ നാം കാണുന്നില്ല. അതുപോലെ കരണ്ട് നാം കാണുന്നില്ല. കാണാത്തത് കൊണ്ട് ഇല്ല എന്ന് പറയാനൊക്കുമോ? ഒരിക്കലും സാധ്യമല്ല. ഒരേ ഒരു കരണ്ട്, ആ കരണ്ട് കൊണ്ട് ഒരേ സമയത്ത് നമുക്ക് പ്രകാശം തരുന്നു, ചൂട് തരുന്നു, ശക്തി തരുന്നു. നമുക്ക് ലൈറ്റ് തരുന്നു, എല്ലാം തരുന്നു. ഒരേ ഒരു കരണ്ട്. ആ കരണ്ട് കൊണ്ട് വലിയ കമ്പനികൾ, ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നു, നടക്കുന്നു. ഒരേ ഒരു കരണ്ട് കൊണ്ട് ഫാൻ കറങ്ങി അല്ലെങ്കിൽ AC കറങ്ങി നമുക്ക് തണുപ്പ് തരുന്നു. അതേ കരണ്ട് കൊണ്ട് തന്നെ ചൂട് അതേ സമയത്ത് തരുന്നു. ഇസ്തിരിപ്പെട്ടിക്ക് ചൂട് തരുന്നു. അതേ കരണ്ട് കൊണ്ട് ഇവിടെ ലൈറ്റ് തരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ വസ്തുതകൾ തരുന്ന കരണ്ട് അത് നമുക്ക് പിടിക്കാൻ കഴിയില്ല, അത് നമുക്ക് മുക്കിയെടുക്കാൻ കഴിയില്ല, അത് നമുക്ക് കാണാനും കഴിയില്ല. ആ കരണ്ട് ഉണ്ട് എന്നതിന് അടയാളമാണ് ഈ കാണുന്ന ലൈറ്റും ശബ്ദവും ഫാനും മറ്റുമെല്ലാം. ഈ അടയാളങ്ങളിലൂടെ നാം കരണ്ടുണ്ട് എന്ന് തീരുമാനിക്കുന്നു. പെട്ടെന്ന് ഇവിടെ ഈ ശബ്ദമില്ല, ലൈറ്റ് ഇല്ല, ഫാൻ കറങ്ങുന്നില്ല, കരണ്ട് പോയി എന്ന് പറയും. ഉടനെ കരണ്ട് വന്നു എന്ന് പറയുന്നു. ഈ പോയതും വന്നതും നമ്മൾ കണ്ടിട്ടില്ല, പോയ സാധനത്തെയും കണ്ടിട്ടില്ല. അതിന്റെ അടയാളം മാത്രമാണ് കണ്ടത്. ഇതിനെ എടുത്തു വെച്ച് പറയുകയാണ്, നമ്മൾ കാണാത്തതൊന്നും ഇല്ല എന്ന് പറയരുത്, എന്ന് വിശ്വസിക്കരുത്. കാണാത്തത് ഒരുപാട് വസ്തുതകൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം കണ്ടിട്ടില്ല. ഈ ഭൗതിക ലോകത്ത് വെച്ച് നമ്മൾ കണ്ടിട്ടില്ല. അതേ സമയത്ത് അല്ലാഹുവിൽ നമുക്ക് വിശ്വാസം ഉണ്ട്. പരലോകത്തെ നാം കണ്ടിട്ടില്ല. ഈ കാണാത്ത പരലോകത്തെ സംബന്ധിച്ച് നാം വിശ്വസിക്കണം. ഖബറിലെ ശിക്ഷയും രക്ഷയും അത് നാം കണ്ടിട്ടില്ല, പക്ഷേ നാം അത് വിശ്വസിക്കണം. അങ്ങനെ കാണാതെ വിശ്വസിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാനിവിടെ പറഞ്ഞു വന്നത് നമ്മുടെ ശരീരത്തിൽ അന്തർലീനമായി കിടക്കുന്ന ആത്മാവ്, അതിനെ നാം കണ്ടിട്ടില്ലെങ്കിലും അത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ ആത്മാവ് ജഡത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആ സമയത്ത് ജഡത്തെ കൊണ്ടുപോയി മറവ് ചെയ്തു. അല്ലേ? എത്ര വലിയ മുതലാളിയായാലും, എത്ര വലിയ രാജാവായാലും, എത്ര വലിയ പണ്ഡിതനായാലും, ഭാരത പിതാവായാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തെ കൊണ്ടുപോയി മറവ് ചെയ്തു. സാധാരണ മനുഷ്യരാണ് എങ്കിൽ അവർ ഈ ഭൂലോകത്ത് വെച്ച് വാസന വരാനും തുടങ്ങും. അമ്പിയാക്കളാണെങ്കിൽ അത് വരില്ല, എന്നാലും അവരെയും മറവ് ചെയ്യും. എന്തുകൊണ്ട്? ജഡത്തെക്കാൾ ശ്രേഷ്ഠതയുള്ളത് ആത്മാവ് ആണ്. ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട്, ഈ കാണുന്ന ചെറുപ്പക്കാരോട്, ബുദ്ധിയുള്ള മുഴുവൻ ആളുകളോട് ചോദിക്കുന്നു, മാന്യ സുഹൃത്തുക്കളെ, നമ്മുടെ ജഡത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മന്ത്രിമാരും സെക്രട്ടറിമാരും ഓഫീസുകളും എന്തൊക്കെയോ വലിയ 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 സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ജഡത്തെക്കാൾ ഏറ്റവും വില പിടിച്ചിട്ടുള്ള ആത്മാവിന് ഭക്ഷണം വേണ്ടേ? ഈ ആത്മാവിന് വെള്ളം വേണ്ടേ? ആത്മാവിന് വെളിച്ചം
വെള്ളം വേണ്ടേ? തീർച്ചയായും അത് വേണം. വേണം എങ്കിൽ ആ ആത്മാവിന് വെളിച്ചം തരാനും വെള്ളം തരാനും ഭക്ഷണം തരാനും അതിൻ്റെതായ ആളുകൾ മന്ത്രിമാരും സെക്രട്ടറിമാരും PS-മാരും മറ്റ് ഉദ്യോഗസ്ഥന്മാരും കൂടിയേ കഴിയൂ. ഇത് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കാത്തത്? വെറും ഭൗതിക ജഡത്തിന് നശ്വരമായ ഈ ഭൗതിക ജഡത്തിന് ഇത്രയും വലിയ സംവിധാനം ലോകത്ത് ഒരുക്കുന്നുവെങ്കിൽ പോകട്ടെ. ആ സംവിധാനം ഒരുക്കാൻ വേണ്ടി നാം ഇവിടെ MLA-മാരെയും MP-മാരെയും പ്രധാനമന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും മറ്റു മന്ത്രിമാരെയും ഒക്കെ നമ്മൾ തെരഞ്ഞെടുത്തയക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇതിനേക്കാളെല്ലാം വലിയ ആത്മാവ്, ഈ ആത്മാവിനെ ഭരിക്കാൻ മന്ത്രി വേണ്ടേ? ഈ ആത്മാവിന് വെള്ളം തരാനും വെളിച്ചം തരാനും ഭക്ഷണം തരാനും അതിന് ചൈതന്യം തരാനും ഇവിടെ സംവിധാനം വേണ്ടേ? തീർച്ചയായും ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതാണ് 1,24,000 അല്ലെങ്കിൽ അധികം വരുന്ന അംബിയാ മുർസലുകൾ. അംബിയാ മുർസലുകളിൽ ഏറ്റവും വലിയ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി ഭാരതത്തിൽ മന്ത്രിസഭ പാസാക്കിയാൽ പോലും പ്രസിഡന്റ് ഒപ്പുവെക്കേണ്ട കാര്യമാണ് എങ്കിൽ അദ്ദേഹം അത് നിരസിച്ചാൽ നടപ്പിൽ വരികയില്ല. ഏറ്റവും അവസാനത്തെ തീരുമാനം പ്രസിഡന്റ് ഒപ്പുവെച്ചു കൊടുക്കും. എങ്കിൽ അദ്ദേഹം അത് നിരസിച്ചുവെങ്കിൽ നടപ്പിൽ വരില്ല. അങ്ങനെ ഭാരത പിതാവ്, ഭാരതത്തിന്റെ നേതാവ് പറഞ്ഞിട്ട് ഒരാളുണ്ടാവില്ല. എങ്കിൽ 1,24,000 പരം വരുന്ന അംബിയാ മുർസലുകൾക്കും അവരുടെ കീഴിലുള്ള ഔലിയാക്കൾക്കും അവരുടെ കീഴിലുള്ള മറ്റ് അബുദാലുകൾ, അക്താബുകൾ, നുജബാ, നുഖബാ, മുതലാ തുടങ്ങിയ വലിയ വലിയ ഔലിയാക്കൾ, ഈ ഔലിയാക്കൾക്കുമെല്ലാം നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല നിശ്ചയിച്ചു. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. തീർച്ചയായും സൃഷ്ടികളെ നിങ്ങളിൽ വെച്ച് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത്, നിങ്ങളുടെ അടുക്കൽ ഏറ്റവും അധികം സ്ഥാനമുള്ളത് അത്ഖാക്കും, നിങ്ങളിൽ വെച്ച് ഏറ്റവും അത്ഖയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി തങ്ങളെ മേലെ മറ്റൊരാളില്ല. അന സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ വലാ ഫഖ്റ. ഞാൻ ആദ്യം ഉള്ളവരുടെയും നേതാവാണ്, അവസാനമുള്ളവരുടെയും നേതാവാണ്. വലാ ഫഖ്റ, അത് അഹങ്കാരമായി പറയുകയല്ല, ഉള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ ആത്മാവിന് ചൈതന്യം കിട്ടാൻ, നമ്മുടെ ആത്മാവിന് പ്രകാശം കിട്ടാൻ, നമ്മുടെ ആത്മാവ് ഇരുട്ടി ഉള്ളതാവാതെ അത് വെളിച്ചം കിട്ടാൻ നമുക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം വേണം. ഈ ബന്ധം എങ്ങനെയാണ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഈ കാണുന്ന ലൈറ്റ് എവിടുന്ന് വരുന്നതാ? ഇതങ്ങെടുത്താലേ കടലാസ്. ഇത് എവിടുന്ന് വരുന്നതാ? എടുത്തു. ഈ ലൈറ്റ് എവിടുന്ന് വരുന്നതാ? ജനറേറ്റർ.
ജനറേറ്റർ ആണെങ്കിൽ അവിടെ ആ ജനറേറ്റർ മുതൽ ഇവിടം വരെ കണക്ഷൻ ഉണ്ട്, ഇല്ലേ? കണക്ഷൻ ഉണ്ടല്ലോ. ഇനി സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലും കെട്ടിടങ്ങളിലും കിട്ടുന്ന കരണ്ട് അങ്ങകലെ ഇടുക്കിയിൽ ഒരു വലിയ ഡാം സെറ്റ് ഉണ്ടാക്കി, ഡാമുണ്ടാക്കി, ആ ഡാമിൽ വെള്ളം സംഘടിപ്പിച്ചു. അവിടുന്ന് പിന്നെ ആ വെള്ളം ഒന്ന് മേലോട്ട് കയറിയിട്ട് ചാട്ടം, ഒരു വെള്ളച്ചാട്ടം ഉണ്ടാക്കി, അത് മുഖേന കരണ്ട് സംഭരിച്ചു. ആ വെള്ളച്ചാട്ടത്തിലൂടെ കരണ്ട് ഉൽപ്പാദിപ്പിച്ചു. എന്നിട്ട് വലിയ ട്രാൻസ്ഫോമറിലൂടെ നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആ ട്രാൻസ്ഫോമർ മുതൽ അടുത്ത ട്രാൻസ്ഫോമർ വരെ കണക്ഷൻ വേണം, കമ്പി വേണം, വയറ് വേണം. അവിടുന്ന് ഇങ്ങോട്ട് രണ്ടാമത്തെ പോസ്റ്റ് വേണം, മൂന്നാമത്തെ പോസ്റ്റ്, നാലാമത്തെ പോസ്റ്റ്, അങ്ങനെ പോസ്റ്റുകളായി നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന ഓരോ പോസ്റ്റിന്റെ ഇടയിലും കണക്ഷൻ വേണം. അങ്ങനെ കണക്ഷൻ വന്ന് അവസാനം നമ്മുടെ വീട്ടിൽ കത്തുന്ന ഒരു ബൾബിന്റെ ഉള്ളിൽ ഒരു ചെറിയ മുടിയേഴ പോലെ ഒരു സാധനമുണ്ട്. എന്താണ്? എലിമിറ്റർ. എല്ലാവർക്കും പേരറിയാം, ഒന്നും ആർക്കും അറിഞ്ഞൂടാ. എന്തോ ഒന്ന് പറയുന്നു. ഏതായാലും സാധനം തിരിഞ്ഞല്ലോ. ഇപ്പൊ ഒരാൾ എലിമെന്റ് എന്ന് പറയുന്നു, ഒരാള് എലിമെന്റ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനത് പിന്നെ നേരത്തെ ബാഗ് പറയാനാണെങ്കിലും അല്ലെങ്കിലും പഠിച്ചു വെക്കണമല്ലോ, അല്ലെങ്കിൽ പഠിക്കാതിരുന്നാൽ എനിക്ക് ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പോ ഞാൻ പറഞ്ഞത് എല്ലാം ശരി തന്നെ. ഇടുക്കി ഡാം മുതൽക്ക് അവിടുത്തെ വലിയ ട്രാൻസ്ഫോമർ മുതൽക്ക് എല്ലാം ശരി തന്നെ. അവസാനം ബൾബ് വെച്ച് നോക്കുമ്പോൾ ഈ മുടിയേഴ പോലെയുള്ള ഈ സാധനം മുറിഞ്ഞു പോയി. വെളിച്ചം കിട്ടുമോ? ഇല്ല. അപ്പോൾ വെളിച്ചം കിട്ടണമെങ്കിൽ അവിടം മുതൽ ഇവിടം വരെയുള്ള കണക്ഷൻ ശരി വേണം, എല്ലാ സാമഗ്രികളും ശരി വേണം. അങ്ങനെയാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. എങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ. ഓ ഹബീബായ നബിയെ, അങ്ങയെ നാം ലോകത്തേക്ക് അയച്ചത് ഷാഹിദൻ, ലോകത്തിന് മാതൃകയായിട്ടാണ്, വമുബശ്ശിറൻ, നല്ലത് ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുവാനും, വനദീറ, ചീത്ത ചെയ്യുന്ന ആളുകൾക്ക് അപകടമുണ്ടെന്ന് ഭയപ്പെടുത്തി അറിയിക്കുന്നവരായുമാണ് തങ്ങളെ നാം അയച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരായും തങ്ങളെ നാം അയച്ചു. എന്നിട്ട് പറയുന്നു, വസിറാജൻ മുനീറാ, ലോകത്ത് തുല്യതയില്ലാത്ത ഏറ്റവും വലിയ പ്രശോഭിതമായ വിളക്ക്. ആ വിളക്കാണ് നബിയേ തങ്ങൾ. കണ്ടോ? ഏറ്റവും വലിയ പ്രശോഭിതമായ വിളക്ക്. ആ വെളുക്കിന്റെ വെളിച്ചം കൊടുക്കുന്നവരോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. അല്ലാഹു ആണ് ആകാശത്തിലും ഭൂമിയിലും ബാഹ്യമായ വെളിച്ചവും ആന്തരികമായ വെളിച്ചവും എല്ലാ വെളിച്ചവും കൊടുക്കുന്നവൻ അല്ലാഹു ആണ്. മസലു നൂരിഹി, ലോകത്തേക്ക് അല്ലാഹു തആല വിതരണം ചെയ്യുന്ന ആ വെളിച്ചത്തിന്റെ, ആത്മീയ വെളിച്ചത്തിന്റെ പ്രതീകമായ, അതിന്റെ കേന്ദ്രമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കമിസ്കാത്തിൻ, ഒരു ലൈറ്റ് ഹൗസ് പോലെയാകുന്നു. അല്ലാഹു തആല പഠിപ്പിക്കുന്നു, ലൈറ്റ് ഹൗസിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് കൊടുക്കുന്നത് പോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് കൊടുക്കുന്നു. മുമ്പിലേക്കും പിന്നിലേക്കും നാല് ഭാഗത്തേക്കും വെളിച്ചം കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രശോഭിതമായ വിളക്കാണ് അല്ലാഹുവിന്റെ റസൂല്. ആ വിളക്ക്
ബാങ്കിൽ നിന്ന് അതാ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെളിച്ചം കത്തിച്ചെടുക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തിച്ചെടുക്കുന്നു. ഉമർ ഇബ്നു ഖത്താബിന്റെ വഴിക്ക്, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ വഴിക്ക്, അലി ഇബ്നു അബീ ത്വാലിബിന്റെ വഴിക്ക്, അങ്ങനെ പ്രഗത്ഭരായ സഹാബികളുടെ വഴിക്ക്, പ്രഗത്ഭരായ അഇമ്മത്ത് അർബഅത്ത് 4 ഇമാമുകളെ വഴിക്ക്, അതിനുശേഷം മഹത്തുക്കളായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, അവര് വഴിക്ക് അവസാനം നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ്. അതാണ് ബൾബിന്റെ ഉള്ള ചെറിയ കമ്പി എന്ന് ഞാൻ പറഞ്ഞത്. അവരെ അപേക്ഷിച്ച് ചെറിയ കമ്പിയാണ് നമ്മളൊക്കെ. ഞാനൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ്മാരിൽപ്പെട്ട ആളാണ്. ഞാനിത് ആ ബൾബിന്റെ ഉള്ളിലുള്ള ചെറിയ ആ സാധനത്തിന് പോലെ ചെറിയൊരാള്. എന്റെ ഉസ്താദ് ബൾബ്, എന്റെ ഉസ്താദിന്റെ ഉസ്താദ്, അങ്ങനെ പോയി 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 അതാ അല്ലാഹുവിന്റെ റസൂലിലേക്ക് എത്തുന്നു. ഞാൻ സഹീഹുൽ ബുഖാരി ഓതിക്കൊടുത്താൽ ഓതിക്കൊടുക്കുന്ന മുഴുവൻ ഹദീസുകളും ഞാൻ എന്റെ ശൈഖിൽ നിന്ന് കേട്ടു, അദ്ദേഹം മറ്റൊരു ശൈഖിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞിട്ട് ആ ശൈഖുമാരെ മുഴുവനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ ശൈഖുമാരെയും ഞാൻ എന്റെ ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുക്കും. അവരെ ചരിത്രം വിവരിച്ചു കൊടുക്കും. അവർ ജീവിതത്തിൽ ഒരു കളവ് പോലും പറയാത്തവരാണ്, അതുകൊണ്ടാണ് ഈ ഹദീസ് സ്വീകരിക്കുന്നത് എന്ന് നാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ നമ്മുടെ വിശ്വാസം, നമ്മുടെ അറിവ് അതാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുകയാണ്. ഈ കണക്ഷൻ എപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുവോ ആ സമയത്ത് മാത്രം നമുക്ക് നമ്മുടെ കൽബിന് പിടിച്ചു കിട്ടും. ഈ കണക്ഷൻ മുറിഞ്ഞു പോയാലോ കിട്ടില്ല. വലിയ ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു 10 പോസ്റ്റ് സ്ഥാപിച്ച് നമ്മുടെ വീട്ടിലേക്കെത്തുന്ന ഈ ലൈറ്റ് ഇവിടെ വയറെന്നങ്ങ് അറ്റിച്ചു കളഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഇരുട്ടാണ്, പിന്നെ വെളിച്ചമില്ല. അപ്പോൾ ഈ പോസ്റ്റുകളായി ഇങ്ങനെ വരണം, വലിയ വലിയ പോസ്റ്റ്. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അവരൊക്കെ ആരാണ്? 10 ലക്ഷത്തിലധികം ഹദീസുകൾ മനപ്പാടമുള്ളവരും പരിശുദ്ധ ഖുർആൻ മനപ്പാടമുള്ളവരും ധാരാളം അറിവുകൾ വേറെ ഉള്ളവരും മാത്രമല്ല ആത്മീയ ചൈതന്യം അവരുടെ ഗുരുനാഥന്മാരിൽ നിന്ന് സമ്പാദിച്ച് ആത്മീയ ചൈതന്യം സമ്പാദിച്ചവരുമായ ആ വലിയ വലിയ പോസ്റ്റുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് ശേഷം പിന്നെ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു, ബഹുമാനപ്പെട്ട അശ്ശൈഖ് അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹു, സുൽത്താനുൽ ഹിന്ദ് അതാഉർ റസൂൽ ഖാജ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു, അങ്ങനെ വന്നിട്ട് മമ്പുറത്തെ തങ്ങൾ മൗലദ്ദവീര ഖുതുബുസ്സമായ സയ്യിദ് അലവിയൽ മമ്പുറമി, മമ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സമാനിന്റെ ഖുതുബായ സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങള്, അങ്ങനെ വലിയ വലിയ പോസ്റ്റുകൾ ഓരോ സ്ഥലത്തും അല്ലാഹു തആല സ്ഥാപിക്കുന്നു. നമ്മുടെ ആത്മാവിന് വെളിച്ചം കിട്ടാൻ, നമ്മുടെ ആത്മാവിന് വെള്ളവും വെളിച്ചവും ഭക്ഷണവും ആവശ്യമായ മരുന്ന്. പടച്ചോനെ, ആത്മാവിനുള്ള രോഗം ചെറുതല്ല, അത് വലിയ രോഗമാണ്. കുഷ്ഠവ്യാധിയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കുഷ്ഠവ്യാധി പിടിച്ചവരെ കണ്ടിട്ടുണ്ടോ? കോഴിക്കോട്ടൊക്കെ ഉണ്ട്.
ബസ് സ്റ്റാൻഡിന് മുമ്പിലുണ്ടാവും കൈയും കാലും ഒക്കെ ഇങ്ങനെ പഴുത്ത് കൈയിന്റെ വിരലൊക്കെ പകുതിയും മുറിഞ്ഞ് എന്നിട്ട് കയ്യിൽ നിന്നിട്ട് ചലവും രക്തവും ഒലിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന കുഷ്ഠരോഗം പിടിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ പ്രിയപ്പെട്ട സഹോദര, ഒരു കുഷ്ഠം പിടിച്ച് രക്തവും ചലവും ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നിന്റെ കൈ ഇങ്ങോട്ട് പിടിക്കാൻ വന്നാൽ നീ എന്ത് ചെയ്യും? പുറകോട്ട് വലിച്ചു കളയും. സ്വാഭാവികമായും അതാണ് അല്ലേ? പഴയ കാലത്ത് വസൂരി എന്ന് പറഞ്ഞ ലോകം ഉണ്ടായിരുന്നു, ഇപ്പോഴും അതില്ല എന്ന് പറയുന്നത് കേൾക്കുന്നു. 10, 15, 20, 25 ഒക്കെ ആള് ഒറ്റ ദിവസം ഒരു നാട്ടിൽ നിന്ന് മരിച്ചിട്ടുണ്ടായിരുന്ന പോലെ അന്ന്. എന്നാൽ ആ മനുഷ്യനെ മറവ് ചെയ്യാൻ വരെ ആളുകൾക്ക് പേടിയാണ്. എന്റെ പിതാവ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, 15 മയ്യത്ത് ഒരു ദിവസം ഒരു കറിയയിൽ നിന്നിട്ട് മറവ് ചെയ്തിട്ടുണ്ട്. എന്റെ പിതാവും വേറെ കുറച്ചാളും കൂടിയിട്ട് ആ കിടക്കുന്ന പായി എന്നെ ചുരുട്ടി മടക്കി കുറച്ച് വെള്ളം ഒഴിച്ച് കുളിപ്പിച്ച് അങ്ങനെ 3, 4, 5 മയ്യത്ത് ഒരു കവറിൽ കവറടക്കിയിട്ടുണ്ട്. ആ രോഗം ഉണ്ടായാൽ മനുഷ്യനങ്ങോട്ട് അടുക്കൂല, എല്ലാവർക്കും പേടിയാണ് പോലും. മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ഭൗതിക ലോകത്തുള്ള അവസ്ഥയാണിതെങ്കിൽ ആ രോഗിയോട് നമ്മൾ അടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അസൂയ എന്ന് പറയുന്ന അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറയുന്ന അതിനേക്കാളും വലിയ ബിദ്അത്ത്, സുന്നത്തുൽ ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ ബിദ്അത്ത് എന്ന ഈ രോഗം ബാധിച്ചു കിടക്കുന്ന അവരെ തലയിലേക്ക് നമ്മൾ നടന്നാലോ നമ്മളെ ആത്മാവ് കെടുവന്നു. നമ്മൾ മനസ്സിലാക്കണം, രക്തവും ചലവും ഒലിക്കുന്ന കുഷ്ഠവ്യാധിയുടെ കൈപിടിച്ചാൽ നമ്മുടെ കയ്യിലേക്ക് ആ രക്തവും ചലവും ആവും എന്ന് പേടിച്ചിട്ട് ഒഴിവാക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, അത് പിടിച്ചിട്ടൊരു വരെ കുറെ രക്തമായാൽ അല്ലെങ്കിൽ ചലമായാൽ അത് നമുക്ക് കഴുകി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി കളയാമല്ലോ. അങ്ങനെ പകർന്നുവിടുന്നില്ല. ചിലപ്പോ എന്റെ കൈ പിടിക്കാൻ എത്രയോ ആള് വരുന്ന കൂട്ടത്തിൽ വെള്ളപ്പാണ്ടുകാരൊക്കെ വരാറുണ്ട്. ഞാൻ കൈ പിൻവലിച്ചാളല്ല, ഞാൻ കൈ അവർക്ക് കൊടുക്കും. അവര് വേദനയാവൂലേ? അവര് വെള്ളപ്പാണ്ടുള്ള ഒരാൾ വന്നിട്ട് കൈ പിടിക്കാൻ വരുമ്പോ ആ കൈ പിൻവലിച്ചാൽ അയാൾക്ക് വേദനയാവുമല്ലോ. അതുകൊണ്ട് ഞാൻ വെച്ചു കൊടുക്കും, ഞാൻ പിടിക്കും. ഞാൻ ഇപ്പൊ 10-50 കൊല്ലത്തോളായി കൈ ഇങ്ങനെ പിടിക്കുന്നു. അപ്പൊ അതിനിടയിൽ എത്രയോ ആള് വെള്ളപ്പാണ്ടുകാരും ഒക്കെ വരാറുണ്ട്. ഞാൻ കൈ പിടിക്കും. പക്ഷേ അള്ളാഹുവിനോട് ദ്വാരക്കും പഠിച്ചവനെ ഇങ്ങോട്ട് പകർത്തല്ലേ എന്ന് ദ്വാരക്കുകയും കഴുകുകയും ചെയ്യും. എന്നാലും നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭൗതികമായ ശരീരത്തിന് പകർച്ചവ്യാധി പറ്റുന്നതിന് നാം ഇത്രയും അധികം ഭയപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് പകർച്ചവ്യാധി വരാതിരിക്കാൻ നമ്മൾ ഭയപ്പെടണ്ടേ സുഹൃത്തെ? അതാണ് ഞങ്ങൾ നിങ്ങളോട് ഈ ബിദ്അത്തുകാരെ കൂടെ പോർത് എന്ന് പറയുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ ബിദ്അത്തുകാരന്റെ കൂടെ നിങ്ങൾ പോകരുത് മക്കളെ. അവരെ പ്രിയം വെക്കരുത്, അവർക്ക് വളരാൻ ഒത്താശ ചെയ്തു കൊടുക്കരുത് എന്ന് ഞങ്ങൾ പറയുന്നത് വെറുതെയാണോ? നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കൂ. ഇവിടുത്തെ വിദ്യാർത്ഥിക്കാരുടെ അവസ്ഥ എന്താണ്? ഈ എടവണ്ണപ്പാറയിൽ വേണമെങ്കിൽ ഇപ്പോൾ അന്വേഷിച്ചാൽ കിട്ടും. മുജാഹിദ് മൗലവിയുടെ ഒരു പ്രസംഗത്തിന്റെ കാസറ്റ്. വലിയ ധിക്കാരം പറയുന്ന പ്രസംഗം, വലിയ ധിക്കാരം പറയുന്ന പ്രസംഗം. ഇബ്ലീസിന്റെ ധിക്കാരത്തെക്കാൾ വലിയ ധിക്കാരം കാസറ്റാക്കിയിട്ട് വിതരണം ചെയ്യുകയാണ്. എന്താണത്? കേരള നേതൃത്വത്തിൽ മുജാഹിദിന് സൗദി അറേബ്യയിൽ ഭരണം കിട്ടുന്ന പക്ഷം ഞങ്ങൾ ആദ്യമായി ചെയ്യുക അവിടെ മുഹമ്മദിന്റെ ഖബറിന്റെ മുകളിലുള്ള ആ കുബ്ബ തച്ചുടച്ച് തരിപ്പണമാക്കലായിരിക്കും എന്ന്
ഇവിടുത്തെ മുജാഹിദിന്റെ ആധികാരികമായ മൗലവി പ്രസംഗിച്ചിട്ട് എന്ന് പറഞ്ഞ് കൈയടിച്ച് മുജാഹിദ് സുഹൃത്തുക്കള് കൈയടിച്ച് സപ്പോർട്ട് ചെയ്ത് ആ പ്രസംഗം ഇവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആ കാസറ്റ് ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ശറഫാക്കപ്പെട്ട ഖബർ, ആ ഖബർ തരിപ്പണമാക്കി കളയും, അത് പൊളിച്ചു കളയും. എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ ഒന്ന് ചിന്തിക്കൂ. നമ്മുടെ ജുമാഅത്ത് പള്ളിയിൽ എന്റെ ഉമ്മനെ മറവ് ചെയ്ത സ്ഥലത്തേക്ക് ഒരു കക്കൂസ് ഉണ്ടാക്കാനൊന്ന് പോയി നോക്കട്ടെ പള്ളി കമ്മിറ്റിക്കാരൻ, നീ സമ്മതിക്കോ? ഉമ്മ മരിച്ചു പോയിട്ട് 25 കൊല്ലായി, എന്റെ ഉമ്മന്റെ കബറിലുമുള്ളത് കക്കൂസ് അങ്ങോട്ട് പോകട്ടെ എന്ന് നീ ഒന്ന് സമ്മതിക്കോ? കഴിയെങ്കിൽ തടയും, നീ തടയും വേണം. അത്രയും നമ്മുടെ ഉമ്മനെയും ബാപ്പയും മരിച്ചു പോയിട്ടും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് എങ്കിൽ അഖില ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ ഉള്ളിലും ഹയാത്തോടുകൂടി ജീവിക്കുകയാണ് കേട്ടോ. അവിടുന്ന് നശിച്ചു പോയിട്ടില്ല. പരിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്, ഖുൽ യഅമലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. ഓ ഹബീബായ നബിയേ, താങ്കൾ പറഞ്ഞു കൊടുക്കണം, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. യഅമലൂ, നിങ്ങൾ അമൽ ചെയ്യുക, നിങ്ങൾ പ്രവർത്തിക്കുക. ഫസയറല്ലാഹു അമലക്കും, തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനം അല്ലാഹു തആല വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലാഹു തആല കണ്ടുകൊണ്ടിരിക്കുന്നു. ഓ റസൂലുഹു, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബിയും നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവൃത്തിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഖുർആനാണ് മോമിനീകളെ. ഈ എടവണ്ണപ്പാറയിൽ നമ്മൾ ഈ വഅദ് നടത്തുന്നത് അല്ലാഹുവിന്റെ റസൂൽ കാണുന്നുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എന്റെ ജീവൻ നിങ്ങൾക്ക് ഖൈറാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഖൈറാണ്, ഞാൻ മരിച്ചു പോകുന്നത് എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. വതുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ സർവ്വ പ്രവർത്തനങ്ങളും എന്റെ മേൽ വെളിവാക്കപ്പെടും. ഫഇൻ വജദ്തു ഖൈറൻ ഹമിദുല്ലാഹ്, എന്റെ ഉമ്മത്തികൾ നല്ലത് ചെയ്താൽ ഞാൻ ആ സമയത്ത് അല്ലാഹുവിനെ സ്തുതിക്കും. വഇൻ വജദ്തു ഗൈറ ദാലിക, എന്നെ പ്രിയം വെക്കുന്ന ഒരു മനുഷ്യൻ, എന്നോട് സ്നേഹമുള്ള പ്രിയമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും അപാകത പറ്റിപ്പോയാൽ അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുകയും ചെയ്യും. ഞാൻ മരിച്ചു പോയതിന്റെ ശേഷവും നിങ്ങളെ അമലുകൾ എനിക്ക് ഓരോന്നും വെളിവാക്കപ്പെടും, ഞാൻ അത് മുഴുവനും കാണും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫ്, അവിടത്തെ കുബ്ബയും സഹോദരങ്ങളെ എത്ര 1000 കൊല്ലമായി അവിടെ, 1000-ലധികം കൊല്ലമായില്ലേ അവിടെ നിൽക്കുന്നത്. അന്ന് മുതൽ എത്ര ജനങ്ങള്, എത്ര ആലിമീങ്ങള്, വലിയ വലിയ മല പോലത്തെ ആലിമീങ്ങള് അവിടെ സിയാറത്തിന് പോകുന്നില്ലേ? ലക്ഷക്കണക്കിന് ആലിമീങ്ങൾ അവിടെ സിയാറത്തിന് പോകുന്നില്ലേ? കോടിക്കണക്കിന് മോമിനീങ്ങൾ സിയാറത്തിന് പോകുന്നില്ലേ? എത്രയെത്ര ഭരണാധികാരികൾ കഴിഞ്ഞുപോയി, അവര് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്, ആ ഖബറും അതിന്റെ മുകളിലുള്ള കുബ്ബയും അവിടെ നിലനിർത്തിയെങ്കിൽ ഈ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പാർട്ടിക്ക് സൗദി അറേബ്യയിൽ ഭരണം കിട്ടുന്ന പക്ഷം ആദ്യമായി ചെയ്യുന്ന പണി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ തച്ചൊടച്ച് തരിപ്പണമാക്കുകയാണ് ചെയ്യുന്നതെന്ന്
ധിക്കാരപൂർവം പറഞ്ഞിട്ടുള്ള ഈ പ്രധാനത്തിന്റെ കൂടെ എന്റെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ പോയാൽ നിങ്ങളെ ആത്മാവിന് കുഷ്ഠവ്യാധി വരില്ലേ? നിങ്ങളെ ആത്മാവിന്റെ ക്യാൻസർ വരില്ലേ? നിങ്ങളെ ആത്മാവിന് വെള്ളപ്പാണ്ട് രോഗം വരില്ലേ? നിങ്ങളെ ആത്മാവിന് കുരുപ്പ് പിടിക്കൂലേ? വസൂരി പിടിക്കൂലേ? നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. വിദ്യാർത്ഥികാരന്റെ കൂടെ പോയിക്കൂടാ. ഇത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം. മലയാളത്തിലുള്ള പ്രബോധനത്തിൽ എഴുതി, മനുഷ്യന്മാരൊക്കെ മരിച്ചാൽ അവരെ മണ്ണിന്റെ ചുവട്ടിൽ കുഴിച്ചു മൂടുന്നത് അവരിവിടുന്ന് കെട്ട് നാറി മണത്തു പോകാതിരിക്കാനാണ്. മുഹമ്മദ് നബി മരിച്ചപ്പോൾ മുഹമ്മദ് നബിയെയും മറവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ ജഡം ഈ ഭൂലോകത്ത് വെച്ചിരുന്നുവെങ്കിൽ കെട്ടുനാറി നശിച്ചു പോകുമായിരുന്നു എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഈമാനുള്ളൊരു മനുഷ്യർ വാസ്തവത്തിൽ ഇത് നാം കൊണ്ട് പറയാൻ തന്നെ വലിയ പ്രയാസമുണ്ട്. എത്രത്തോളം എന്താണ് പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല, ലക്ഷത്തിൽ പരം വരുന്ന അംബിയാക്കൾ മുഴുവനും അവരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല, മണ്ണ് തിന്നാൻ പറ്റില്ല, അവര് കെട്ടുനാറി പോവുകയില്ല, അവര് നശിച്ചു പോവുകയില്ല എന്ന് നമ്മെ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരു ചെറിയ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് പോലും അത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ വീടുകളൊക്കെ നിർമ്മിക്കുന്നത് പഴയ കാലത്ത് മണ്ണിന്റെ കട്ട കൊണ്ടാണ്. മണ്ണ് കുഴച്ചിട്ട് ഇങ്ങനെ ചളിയാക്കി ഒരു പെട്ടി കൂട്ടിയിട്ട് ആ പെട്ടിയിലിട്ട് മണ്ണിങ്ങനെ ആക്കിയിട്ട് പെട്ടി വലിച്ചെടുത്ത് ഈ കട്ട ഉണക്കി അതുകൊണ്ടാണ് ചുമര് കെട്ടി വീടുണ്ടാക്കാറുള്ളത്. ഇപ്പോഴും പല സാധുക്കളും അങ്ങനെയാണല്ലോ ഉള്ളത്. ഈ കട്ട, ഉണങ്ങിയ കട്ട ഇവിടെ ഒരു സ്ഥലത്ത് വെച്ച് കുറെ മണ്ണ് അതിന്റെ മുകളിൽ കൊത്തി മൂടിയിട്ട് അല്ലെങ്കിൽ കുറെ വെള്ളമൊഴിച്ച് പിന്നെ നോക്കിയാൽ കട്ട കാണൂല, കട്ട മണ്ണായി പോവും. അതേ സമയത്ത് ഈ കട്ട തന്നെ ഇഷ്ടികയാക്കി തീയിൽ വെച്ചിട്ട് ചൂളക്ക് വെച്ചിട്ട് ഇഷ്ടികയാക്കി കഴിഞ്ഞാൽ അത് പിന്നെ മണ്ണിലിട്ടത് കൊണ്ട് ദ്രവിച്ചു പോവില്ല, വെള്ളത്തിലിട്ടാലും ദ്രവിച്ചു പോവില്ല. നമ്മൾ ബിൽഡിങ്ങിന്റെ പണിയെടുക്കുമ്പോ ഇഷ്ടിക കൊണ്ടാണ് ചുമര് കെട്ടുന്നതെങ്കിൽ ആ ചൂളയിൽ നിന്ന് കൊണ്ടുവന്ന ഇഷ്ടിക നേരക്ക് നേരെ വെള്ളത്തിലാണ് നമ്മൾ ഇടുന്നത്. വെള്ളത്തിലിട്ട് വെള്ളം കുടിപ്പിച്ചതിന്റെ ശേഷം മാത്രമേ ചുമര് പടവ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ അത് നശിച്ചു പോകുന്നില്ല. എങ്കിൽ അതേ ഇഷ്ടികയുടെ അടുത്ത് ഒരു ഉപ്പിന്റെ ചാക്ക് കൊണ്ടുപോയി വെച്ച് കുറെ ദിവസം ഉപ്പ് അതിലേക്ക് ഇങ്ങനെ പോയാൽ ഇഷ്ടിക നശിച്ചു പോകുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതാ കാണുന്ന ക്ലാസ്, നിങ്ങൾ വെള്ളം കുടിക്കുന്ന ക്ലാസ്, അത് മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ്. മണ്ണ് സ്ഫുടം ചെയ്ത് അതിന്റെ കീടൻ പോക്കിയിട്ടുണ്ടാക്കിയ ക്ലാസ് ഖിയാമത്ത് നാൾ വരെ അറബിക്കടലിലേക്ക് ഇട്ടാലും അവിടത്തെ ഉപ്പുണ്ടായാലും അവിടത്തെ വെള്ളമുണ്ടായാലും മണ്ണിലിട്ടാലും അത് ദ്രവിച്ചു പോകുന്നില്ല. അതിന്റെ സ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ചത് കൊണ്ടാണ്. അതുപോലെ അല്ലാഹു അവന്റെ അമ്പിയാക്കളുടെ ശരീരം സ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല, ആ ശരീരം കെട്ടുപോവുകയില്ല, ആ ശരീരം ദ്രവിച്ചു പോകില്ല. അമ്പിയാക്കളെന്ന് മാത്രമല്ല, ഔലിയാക്കളിൽ പലരും അങ്ങനെയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് മറവ് ചെയ്യപ്പെട്ടതിന്റെ ശേഷം അതിന്റെ പിന്നിലായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളും അതിന്റെ പിന്നിലായി ഉമർ ഇബ്നു ഖത്താബ് തങ്ങളും മറവ് ചെയ്യപ്പെട്ടു.
ആ കാലഘട്ടത്തിൽ ഇതുപോലുള്ള പരിഷ്കരണങ്ങളൊന്നുമില്ലല്ലോ. അവിടെ നിന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആയിഷ ബീവിയുടെ വീടിന്റെ ചുമര് എല്ലാം പൊളിഞ്ഞു വീഴാറായപ്പോൾ അതൊന്ന് നന്നാക്കുന്നതിന് വേണ്ടി കൈക്കോട്ട് കൊണ്ട് കൊത്തിയപ്പോൾ ഒരു കാല് വെളിച്ചത്ത് വന്നുപോയി. സഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ കാണാം, ആ കാലിന്റെ രോമം നശിച്ചിട്ടില്ല. ആ കാലിൽ ഇങ്ങനെ കൈവച്ചു നോക്കുമ്പോൾ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. സഹാബത്ത് പേടിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലാണോ ഇത്? ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് വെളിച്ചത്ത് വന്നു പോയത് എന്ന് പേടിച്ച് ഉരുകി ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളും നശിച്ചു പോയിട്ടില്ല. അവിടത്തെ ഒരു രോമം പോലും നശിച്ചിട്ടില്ല. അവിടത്തെ രക്തം വറ്റിപ്പോയിട്ടില്ല. എന്തിനേറെ പറയുന്നു, അതങ്ങോട്ടൊന്നും പോകണ്ട. കഴിഞ്ഞ 2 വർഷത്തോളമായി പൊന്നാനി മക്ബറയിൽ ഒരു ഖബറ് തുറന്നു നോക്കുമ്പോൾ ഒരു കേടും വന്നിട്ടില്ല. രോമത്തിന് പോലും കേട് വന്നിട്ടില്ല. ആരതാണത്? ഇവിടെ അടുത്ത് നമ്മളെ കുറ്റിക്കടവ്, മാവൂരിന്റെ അടുത്ത കുറ്റിക്കടവിൽ ദർസ് നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ മഖ്ദൂം അവരുടെ ഖബർ തുറന്നു നോക്കുമ്പോൾ ഒരു കേടും പറ്റിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ മയ്യത്ത് വെക്കുന്നതിന് ഉപ്പിന്റെ ചാക്കിട്ടിട്ടുണ്ടാവും. അവിടെ ഉപ്പിട്ടിട്ടുണ്ടാവും. ഉപ്പുള്ളത് കൊണ്ടാ കേട് വരാണെന്ന്. എന്താ അത് മൂപ്പരെ പറ്റിയല്ല. അത് കൊല്ലത്ത് ഒരു പള്ളിയുണ്ട്, കൊല്ലം, തിരുവനന്തപുരം കൊല്ലം. അവിടെ ഒരു മയ്യത്ത് കണ്ട് നശിച്ചു പോകാണ്ട് അതിന് ജമാഅത്ത് ഇസ്ലാമിക്കാർ എഴുതിയതാ, ഉപ്പ് ധാരാളം ഇട്ടിട്ടുണ്ടാവും. ഉപ്പിൽ വെച്ചാലും പെട്ടെന്ന് കേട് വരില്ല. പെട്ടെന്നല്ല, 100 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ മറവ് ചെയ്തിട്ട് കുറെ കൊല്ലങ്ങളായി. എന്താണ് അദ്ദേഹത്തിന്? ഞാനിങ്ങനെ ആലോചിച്ചു പോയി. ബഹുമാനപ്പെട്ട അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ കുറ്റിക്കടവിൽ ദർസ് നടത്തുമ്പോൾ ഞാൻ അവിടെ ഒരു വഴതിന് പോയിരുന്നു. 1964 65 ആണ്. കൊല്ലങ്ങൾ കുറേയായി. ഞാൻ ബലൂർ ബാക്കിയാത്ത് പഠിച്ച് ദർസ് തുടങ്ങിയ കാലഘട്ടത്തിലാണ്. വഴുതിന് പോയപ്പോ ബഹുമാനപ്പെട്ടവരും സ്റ്റേജിൽ വന്നിട്ട് ഇരുന്ന് വഴുത് തീരുന്നതുവരെ ഇരുന്ന്, വഴുത് കഴിഞ്ഞ് ഞാൻ സലാം പറഞ്ഞു പോകുമ്പോ എന്നെ സ്വകാര്യമായി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ ഒരു സലാത്ത് പതിവാക്കണം. സയ്യിദ് അഹ്മദുൽ ബദവി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളുടെ സലാത്തുൽ ബദവിയ്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സലാത്തുൽ അഹ്മദിയ്യ എന്ന് പറയുന്ന ആ സലാത്ത് നീ ഒന്ന് പതിവാക്കണം. 10 പ്രാവശ്യം ദിവസം ചെല്ലണം. اللهم صل على سيدنا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف الصورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاصطفائية صاحب القبضة الأصلية والبهجة السنية والرتبة العنية من اندرجت النبيون تحت لوائه فهم منه وإليه وصل وسلم على رسولك سيدنا محمد عدد ما خلقت ورزقت وأحييت وأمت إلى يوم تبعث من فنيت وسلم تسليما كثيرا والحمد لله رب العالمين. എന്ന ഈ സലാത്ത് നീ 10 വട്ടം ചെല്ലണമെന്ന് എന്നോട് ഉപദേശിച്ചു. അപ്പോഴൊക്കെ മൂപ്പര് സ്റ്റേജിന്മേൽ ഇരിക്കുമ്പോ എല്ലാം ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ചെല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇരിക്കുമ്പോ മുഴുവൻ സമയത്തും സലാത്ത് ചെല്ലുന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് അധികമായി വർദ്ധിപ്പിച്ചത് കൊണ്ട് ആ ശരീരത്തെ മണ്ണ് തിന്നില്ല. ഇത് പൊന്നാനിയിൽ കഴിഞ്ഞ കൊല്ലം കണ്ട സംഭവമാണ്.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജഡം കെട്ട് നാറിപ്പോകുമായിരുന്നു എന്ന് എഴുതിയ പ്രബോധനക്കാരായ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ ഈമാനുള്ള മനുഷ്യന് പോകാൻ പറ്റുമോ ഇല്ലേ? നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ഞാൻ നിർത്തുകയാണ് ഒറ്റ വാക്ക് കൂടി പറഞ്ഞുകൊണ്ട്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ ആളുകൾ വഅദിന് ക്ഷണിച്ചു. അദ്ദേഹത്തിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കാട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ കുറെ ജീവിച്ച് മടങ്ങി വന്നപ്പോ അദ്ദേഹത്തിനെ കണ്ട് വഅദ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിക്കുന്നു, ഓ പ്രിയപ്പെട്ട മക്കളെ, ഞാനെങ്ങനെ നിങ്ങൾക്ക് വഅദ് പറയും? എന്റെ കാര്യത്തിൽ തന്നെ ബേജാറിലാണ്. എന്നെ അല്ലാഹു ശഖിയായിട്ടോ സഈദായിട്ടോ എഴുതിയതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ബേജാറിലാണ്. പിന്നെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് വഅദ് പറയും? അങ്ങനെ പറഞ്ഞ് ഞാൻ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മുഅ്മിനായി മരിക്കുമോ അല്ല ഒരു പക്ഷേ അത് ഈമാൻ ഊരിപ്പോകുമോ എന്ന കാര്യത്തിൽ പേടിയിലാണല്ലോ മക്കളെ. പിന്നെ ഞാൻ ഇങ്ങനെ നിങ്ങളോട് വഅദ് പറയും. ഖബറിൽ വെച്ചാൽ അവിടെ മുൻകർ നക്കീർ വരുന്ന സമയത്ത് അവിടുത്തെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുമോ ഇല്ലേ എന്ന കാര്യത്തിൽ ഞാൻ ബേജാറിലാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങളോട് വഅദ് പറയും. ആഖിറത്തിലേക്ക് ചെന്ന് വന്താതുല്ലും അയ്യുഹൽ മുജ്രിമൂൻ, അക്രമികളെ, റൗഡികളെ, തമാടികളെ, നിങ്ങളൊന്ന് മാറി നിൽക്കണം എന്ന് പറയുന്ന സമയത്ത് സാധുവായ ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ ഏത് കൂട്ടത്തിലാണ് പെടുത്തുകയെന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ ബേജാറിലാണ്. അതുപോലെ നന്മയും തിന്മയും തൂക്കപ്പെടുമ്പോൾ സാധുവായ ഇബ്രാഹിമിന്റെ നന്മയാണോ തൂങ്ങുന്നത്, തിന്മയാണോ തൂങ്ങുന്നത് എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ബേജാറിലാണ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് വഅദ് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാരണങ്ങൾ വിവരിച്ചുകൊണ്ട് 2, 3, 4 മണിക്കൂറൊക്കെ വഅദ് പറഞ്ഞപ്പോൾ ആ സദസ്സിലുള്ള മുഴുവൻ ആളുകളും കരഞ്ഞു. അവർത്തോട് ചോദിക്കുന്നു, ഇനി എന്താണ് ഞങ്ങൾക്ക് വഴി, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ മന്നറാദ വാഴിവൻ ഫൽമൗതു യക്ഫീഹി, നിങ്ങൾക്ക് വഅദ് പറയാനാണ് വേണമോ എങ്കിൽ നിങ്ങളെ മരണത്തെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. മരണം തന്നെ നിനക്കൊരു വഅദ് പറയുന്ന ആളാണ് കേട്ടോ. നിന്റെ ഏത് ശക്തിയും ആ മരണത്തോടുകൂടി അവസാനിച്ചു പോകുമല്ലോ. ഈ മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിയാനുള്ള യാതൊരു ഘട്ടവുമില്ല. والموت ودنا من شراك نعره. ഏത് മനുഷ്യനും അതാ പള്ളിച്ചെരുവിൽ വെച്ചിട്ടുള്ള ആ മയ്യത്ത് കട്ടിലൂടെ ഒരു ദിവസം യാത്ര ചെയ്യേണ്ടവനാണല്ലോ. ഓരോ മനുഷ്യന്റെയും മരണം അവന്റെ കാലിൽ ധരിച്ച ചെരുപ്പിന്റെ വാറും അവന്റെ കാലുമായി എത്ര അടുത്തിട്ടുണ്ടോ അതിനേക്കാൾ അടുത്തതാണ് കേട്ടോ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മറ്റുള്ള ആളുകളെ കുറ്റവും കുറവും നോക്കി നടക്കുന്നതിന് പകരം നമ്മുടെ കുറ്റവും കുറവും കണ്ടു നമ്മുടെ അല്ലാഹുവിലേക്ക് അടുക്കുക, തഖ്വ ചെയ്യുക, പടച്ചറബിനെ പേടിക്കുക, 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക, കഴിവിന്റെ പരമാവധി സുന്നത്ത് നിസ്കരിക്കുക, പാവങ്ങളെയും കഷ്ടപ്പെട്ടവരെയും അനാഥാഗതികളെയും സംരക്ഷിക്കുക, നല്ല കാര്യത്തിന് സഹകരിക്കുക. അതുമാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജലാലിയക്ക് നിങ്ങൾ സഹായിക്കണം. അതുപോലെ ഇവിടെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സ്ഥാപനമായി ഉയർന്നു വരുന്ന ദാറുൽ അമാൻ, അതിനെയും നിങ്ങൾ
സഹായിക്കണം. അവിടെയും ഒരുപാട് കുട്ടികൾ താമസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അവർക്കും ഒത്താശ ചെയ്ത് ഭക്ഷണം കൊടുത്ത് സംഭാവനകൾ ചെയ്ത് എല്ലാ നിലക്കും അത് വളർത്തണമെന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. മർക്കസു സഖാഫത്തി സുന്നിയ നിങ്ങൾക്കൊക്കെ അറിയാം, 8,000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ അല്ലാഹു തആല ഹിദായത്ത് എടുത്തു കളഞ്ഞവൻ, തൗഫീഖ് എടുത്തു കളഞ്ഞവൻ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു പിശാച് ആ മർക്കസിൽ അങ്ങനെയൊന്നുമില്ല. ആ കുട്ടികളെയും ഇക്കുട്ടികളെയും മറ്റേ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് വെറുതെ പറയുകയാണ് എന്ന് പറയുന്നുവെങ്കിൽ അവൻ മനുഷ്യ സമൂഹത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് മാത്രമല്ലാതെ പറയാനില്ല. 8,000-ഓളം കുട്ടികൾ പഠിപ്പിക്കുന്ന ആ സ്ഥാപനത്തിൽ ഏതാണ്ട് 5,000-ന്റെ അടുത്ത് കുട്ടികൾ അവിടെ താമസിച്ചു പഠിക്കുന്നവരാണ്. ഒരു ദിവസം 1.25 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന സ്ഥാപനമാണ്. 1,500-ഓളം ആൺകുട്ടികളും പെൺകുട്ടികളുമായ യതീം മക്കളെ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. നിങ്ങളെല്ലാവരും അതിന്റെ റിസീവർമാര് വരുമ്പോഴും അതിന്റെ പ്രവർത്തകന്മാര് വരുമ്പോഴും നിങ്ങളെ പ്രാദേശികമായ എല്ലാ ഗുണങ്ങളും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ സ്ഥാപനങ്ങളുടെ ഉമ്മയായ ഈ സ്ഥാപനത്തെ സഹായിക്കണമെന്ന് കൂടി പറഞ്ഞ് സാധുവായ വിനീതനായ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നിങ്ങളാരും മറക്കരുത്. എല്ലാവരും പരമാവധി എല്ലാ സമയത്തും നടത്തത്തിലും ഇരുത്തത്തിലും ഉറങ്ങാൻ പോകുമ്പോഴും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ഒക്കെ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു.